إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകപ്പെട്ടത് അനുഗ്രഹദാതാവായ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അനുഗ്രഹം ലഭിച്ചതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നും വ്യത്യസ്ത അനുഗ്രഹങ്ങളുടെ പേരിൽ അഹങ്കരിച്ചതുകൊണ്ട് പതനം സംഭവിച്ചവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് അഹങ്കാരമുണ്ടാവുക നിഅമത്ത് ലഭിക്കുമ്പോഴാണ്. പലപ്പോഴും സമ്പത്തെന്ന അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്റെ താഴെ തട്ടിലുള്ള ആളുകളെ മനസ്സിലാക്കാനോ മറ്റോ സാധിക്കാതെ സമ്പത്തിന്റെ പളവളപ്പിൽ അഹങ്കരിച്ചു നടക്കുന്ന ആളുകൾ, ഹാറൂനിന്റെ ചരിത്രം അവർക്കൊരു പാഠമാണ്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിച്ച ആളുകൾ ആ സ്ഥാനമാനത്തിന്റെ പേരിൽ അഹങ്കരിക്കാറുണ്ട്. അവർക്ക് ഫിർഔനിന്റെ ചരിത്രം ഒരു പാഠമാണ്. അതുപോലെ അറിവിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. അറിവ് വർദ്ധിക്കുന്തോറും വിനയം വർദ്ധിക്കുകയാണ് വേണ്ടത്. പക്ഷെ അറിവിന്റെ പേരിൽ അഹങ്കരിച്ച ആളുകളുടെ ചരിത്രവും പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അഹങ്കാരത്തിന്റെ ചെറിയ ഒരു കണം ഖൽബിലുണ്ടെങ്കിൽ അവന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ ഒരു സ്വഭാവം അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, കിബറെന്ന സ്വഭാവം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, പ്രമാണങ്ങളെ ഉൾക്കൊള്ളാനോ പ്രമാണങ്ങൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താനോ അവന് സാധ്യമല്ല. പരലോകത്തിൽ വിശ്വസിക്കാൻ, പരലോകത്ത് വിജയിക്കുന്നതിനനുസൃതമായ കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ആ നിലക്കുള്ള വിശ്വാസ ആദർശങ്ങളെ ഉൾക്കൊള്ളാൻ ഈ ഒരു ദുസ്വഭാവം മനുഷ്യന് അംഗീകരിക്കില്ല. ഇബ്ലീസായത് കിബറിന്റെ പേരിലാണ്. ഇബ്ലീസായത് കിബറിന്റെ പേരിലാണ് എന്ന്
അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, വിസമ്മതിച്ച അഹങ്കാരം നടിച്ച് അവൻ കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇബ്ലീസിനെ പോലെ അഹങ്കരിക്കാതിരിക്കാൻ, ഹാറൂനെ പോലെ അഹങ്കരിക്കാതിരിക്കാൻ, ഫിർഔനെ പോലെ അഹങ്കരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? അനാമുഖമായി കേൾപ്പിച്ച വചനം സൂറത്ത് ഫാത്തിറിലെ 11-ാമത്തെ ആയത്താണ്. വല്ലാഹു ഖലഖകും മിൻ തുറാബ്, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫ, പിന്നെ നുത്ഫയിൽ നിന്നാണ്. തുറാബിൽ നിന്നും നുത്ഫയിൽ നിന്നുമാണ് അല്ലാഹു നിങ്ങളെ പടച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മരണാനന്തരം പുനഃസൃഷ്ടിക്ക് സാധ്യമല്ല എന്ന ജൽപ്പനമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അവരെ പോലും വായടപ്പിക്കുന്ന രൂപത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ തുറാബിൽ നിന്നാണ്, വെറും മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളുടെ തുടക്കം മണ്ണിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ ഉണർത്തുകയാണ്. അടുത്തത് നുത്ഫയിൽ നിന്നാണ് നിങ്ങളെ പഠിച്ചത്. എന്താണ് നുത്ഫ? ബീജം എന്ന് നമ്മൾ അർത്ഥം പറയും. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ആ പദത്തിനർത്ഥം നേരിയ തുള്ളി, നേർത്തത് എന്നർത്ഥമാണ്. ബീജം എന്ന അർത്ഥത്തിൽ മാത്രമല്ല നുത്ഫ പ്രയോഗിച്ചിട്ടുള്ളത്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നുത്ഫത്തുൻ ബാരിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമിനീരിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉമിനീരിനെ കുറിച്ച് നുത്ഫത്തുൻ ബാരിദ എന്ന് പ്രയോഗിച്ചത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയം ഐഷ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ കിടന്നാണ് പ്രവാചകൻ വഫാത്താകുന്നത്. മരിക്കുന്ന അവസാന സമയം ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തല താഴ്ത്തി വന്നപ്പോ, എന്നിലേക്ക് അടുത്തപ്പോ അവിടെ നിന്ന് നുത്ഫത്തുൻ ബാരിദ, പ്രവാചകനിൽ നിന്ന് ഉമിനീര് എന്നിൽ വീണു. എന്നിൽ കിടന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അവിടെ ആ ഉമിനീര് കാരണം എനിക്കൊരു പ്രത്യേക കുളിർമ അനുഭവപ്പെട്ടു എന്നവിടുന്ന് പറയുന്നത് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്റെ അന്ത്യമായിരുന്നു ആ സമയം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തി പുതച്ചു കൊടുക്കുകയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. അവിടെ നുത്ഫത്തുൻ ബാരിദ എന്ന് പ്രയോഗിച്ചത് കാണാം, നേർത്ത തുള്ളി. പറഞ്ഞു വന്നത് ആ ഒരു പദപ്രയോഗം നുത്ഫയിൽ നിന്നാണ്, അത്രയും നേരിയ തുള്ളിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ രണ്ട് പിതാക്കളെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് വല്ലാഹു ഖലഖകും മിൻ തുറാബ്, നിങ്ങളുടെ ആദ്യ പിതാവായ ആദം, അബുൻ ബഈദ്. രണ്ട് അബുൻ ഖരീബ്, ഒന്ന് വിദൂരത്തുള്ള പിതാവ്, അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ഒരു മണ്ണിൽ നിന്നാണ്. രണ്ട് അബുൻ ഖരീബ്, നിങ്ങളുടെ സ്വന്തം പിതാവ്, ആ പിതാവ് നുത്ഫയിൽ നിന്നാണ്. ആ പിതാവിന്റെ നുത്ഫയിൽ നിന്നാണ് നിങ്ങളുണ്ടായത്. വല്ലാഹു ഖലഖകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുകയാണ്. പലപ്പോഴും മ്ലേച്ഛമായി കാണുന്ന ആ നുത്ഫയിൽ നിന്നാണ് നിങ്ങളെ അവൻ പടച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹിബ്ർ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ മനസ്സിലാക്കണം, മറ്റൊരാളുടെ പൂർണ്ണതയാണ് തന്റെ യോഗ്യത. അഥവാ ഇവൻ സ്വയം പര്യാപ്തനല്ല, വേറൊരാളാണ് ഇവനെ യോഗ്യനാക്കിയത്. അവനുമുണ്ട് ഉമ്മയും ഉപ്പയും, അതുപോലെ തന്നെ അവനെ സഹായിച്ച ആളുകളും. അതുകൊണ്ട് ഹിബ്റെന്ന അസുഖത്തെ ചികിത്സിക്കാൻ ബഈദായ പിതാവിനെ ഓർക്കണം, ഖരീബായ പിതാവിനെയും ഓർക്കണം. ആ ഖരീബായ പിതാവ് നുത്ഫയിൽ നിന്നാണ് ഉണ്ടായത്, ആ നുത്ഫയിൽ നിന്നാണ് നീ ഉണ്ടായത് എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹിബ്ർ നടിക്കാൻ എന്ത് അവകാശമാണുള്ളത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കുന്നത് കാണാം. മുശ്രിക്കുകൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്തു. കാരണം അദ്ദേഹം മക്കക്കാരനല്ല, പേർഷ്യക്കാരനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന ഒരു മറുപടിയുണ്ട്, അന അവലി നുത്ഫത്തുൻ മദിറ വആഖിറു ജീഫത്തുൻ മുൻതിന വആഖിറു ജീഫത്തുൻ മുൻതിന
ثم آتي الميزان فإن ثقل أنا كريم وإن خف أنا لئيم. ആരാണ് താങ്കൾ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളോട് ഇത് പറയാൻ താങ്കൾ ആരാ? പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി മക്കയിൽ വന്നപ്പോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ ആരാണെന്നോ, എന്റെ തുടക്കം എന്നത് നുത്ഫയിൽ നിന്നാണ്, എന്റെ അവസാനം എന്നത് എന്റെ അവസാനം പലപ്പോഴും ദുർഗന്ധം വമിക്കുന്ന ഹോടിയായി മാറും എന്റെ മരണശേഷം. അങ്ങനെയാണ് എന്റെ അവസാനം. എന്റെ തുടക്കം എന്നത് നുത്ഫയിൽ നിന്നാണ്. സുമ്മ ആതിയൽ മീസാൻ, പിന്നെ ഞാൻ മീസാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഫഇൻ സഖുല അന കരീം, ആ മീസാനിൽ ഞാൻ ഭാരം തൂങ്ങിക്കഴിഞ്ഞാൽ, എന്റെ കർമ്മങ്ങൾക്ക് ഭാരം തൂങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മാന്യനാണ്. അതല്ല വഇൻ ഖഫ അന ലഈം, ആ മീസാനിൽ എന്റെ തുലാസ് ഖനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ നീചനുമാണ്. അങ്ങനെയാണ് അദ്ദേഹം ആരാണ് എന്ന് പരിചയപ്പെടുത്തിയത്. ജാഹിലിയ്യത്തിൽ ഒരു അഹങ്കാരി ഉണ്ടായിരുന്നു. പ്രമുഖ താബിഈ പണ്ഡിതനായ മുസറഫ് ഇബ്നു അബ്ദുള്ള അശ്ശിഫീർ, അദ്ദേഹം ഒരു അഹങ്കാരിയായ മനുഷ്യനുണ്ട്, അൽ മുഹല്ലബ് ഇബ്നു അബി സുഫ്ര. മുഹല്ലബ് ഇബ്നു അബി സുഫ്രയോട് താബിഈ പണ്ഡിതനായ മുസറഫ് ഇബ്നു അബ്ദുള്ള അശ്ശിഫീർ സംസാരിക്കുന്നുണ്ട്. വലിയ അഹങ്കാരിയായ മുഹല്ലബ് വസ്ത്രം വലിച്ചിഴച്ച് അഹങ്കാരത്തോടു കൂടി നടക്കുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അമാ തഖ്ശല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ വെറുക്കുന്ന രൂപത്തിലാണ് താങ്കളുടെ ഈ നടത്തം. അതുകൊണ്ട് അമാ തഖ്ശല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? അദ്ദേഹം തിരിച്ചൊരു ചോദ്യം മുഹല്ലബ് ഇബ്നു അബി സുഫ്ര എന്ന അഹങ്കാരി ഈ താബിഈ പണ്ഡിതനായ മുതറഫിനോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അമാല തഅരിഫുനി, അമാല തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അങ്ങനെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ. എന്നോടാണ് ഇപ്പൊ ദീന് പറയാൻ വന്നിട്ടുള്ളത്, ഞാൻ ആരാ നിങ്ങൾക്കറിയില്ലേ? സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആ ദർജയിലുള്ള എന്നോടാണോ ഇതൊക്കെ പറയുന്നത് എന്ന രൂപത്തിൽ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് പറയാതെ മനസ്സ് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, അമാല തഅരിഫുനി, എന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ മുസറഫ് തിരിച്ചു മറുപടി നൽകി, അഅരിഫുക, അഅരിഫുക, താങ്കളെ എനിക്കറിയാം. താങ്കൾ കുൻത അവ്വല നുത്ഫതൻ മദിറ, താങ്കൾ ഒരു മ്ലേച്ഛമായ നുത്ഫയിൽ നിന്നായിരുന്നു താങ്കളുടെ തുടക്കം. താങ്കൾ ഉണ്ടായി തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇനിയോ താങ്കളുടെ അവസാനം എന്നത് ജീഫത്തുൻ, താങ്കളുടെ അവസാനം എന്നത് ഒരു ജീഫയായി താങ്കൾ മാറും, അഥവാ ഒരു ശവമായി, ദുർഗന്ധം വമിക്കുന്ന ഒരു ബോഡിയായി താങ്കൾ മാറും. താങ്കൾ മനസ്സിലാക്കണം, ഫീമാ ബൈന ദാലിക തഹ്മിലു ഖൗലുൻ വഅദിറ, ഇതിനിടയിലുള്ള കാലം ജീഫത്തുൻ ഖദിറയായി മാറുന്നതിനിടയിലുള്ള, ഫീമാ ബൈന ദാലിക തഹ്മിലു ഖൗലുൻ വഅദിറ, അതിനിടയിലുള്ള കാലം കാഷ്ടവും മൂത്രവും വഹിച്ചു നടക്കുന്ന ഒരാൾ എന്നല്ലാതെ മുഹല്ലബ് താങ്കൾ ആരാണ് എന്ന് മുസറഫ് അദ്ദേഹത്തോട് ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് അത് ഏഷ്യന്നാണ്. അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരോടാണ് പറയുന്നത്, വല്ലാഹു ഖലഖകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫ സുമ്മ ജഅലകും അസ്വാജ, അവനാണ് നിങ്ങൾ ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടായിട്ടില്ല. നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയത് അള്ളയാണ്. ആ മാതാപിതാക്കൾക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ രൂപം നിശ്ചയിക്കുന്ന വിഷയത്തിലോ, നിങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്ന വിഷയത്തിലോ, നിങ്ങളുടെ ഉപജീവനം നിശ്ചയിക്കുന്ന വിഷയത്തിലോ, നിങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്ന വിഷയത്തിലോ നിങ്ങൾക്കാർക്കും അധികാരമുണ്ടായിട്ടില്ല. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാം, മാതാവിന്റെ ഗർഭാശയത്തിൽ അവനാണ് നിങ്ങൾക്ക് രൂപം നൽകിയത്. കൈഫ യശാ, അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ ആ രൂപമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവനാണ് തീരുമാനിച്ചത് നിങ്ങൾ എന്താവണമെന്നത്. നിങ്ങൾ ആണാവണമോ പെണ്ണാകണമോ എന്നുള്ളത് അവനാണ് തീരുമാനിച്ചത്. ആ കാലഘട്ടത്തിൽ, ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെൺകുട്ടി പിറന്നാൽ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുമായിരുന്നു, മാ വലത്, എന്താണ് കുട്ടി, എന്താണ് ജനിച്ചത്? അത് ഉൻസയാണ്, പെണ്ണാണ് എന്നറിഞ്ഞാൽ അവർ പറയും, മാഹിയ ബിനിഅമ, ഇത് നിഅമത്തല്ല,
ഇത് നിഅമത്തല്ല. എന്നിട്ട് അതിനോട് ചേർത്തവർ ഒരു അനുബന്ധം പറയുമായിരുന്നു, നസ്റുഹാ ബുക വബിറുഹാ സരിഖ. നസ്റുഹാ ബുക, ആ കാലഘട്ടത്തിൽ യുദ്ധകാലമായിരുന്നു. അതുകൊണ്ട് ഒരു ആൺകുട്ടി പിറന്നാൽ ഈ പിതാവിനൊപ്പം ഖബീലയ്ക്ക് വേണ്ടി, പിതാവിന് വേണ്ടി ആയുധമേന്തിക്കൊണ്ട് യുദ്ധരണാങ്കണത്തിലേക്ക് ആൺമക്കൾ ഇറങ്ങുമായിരുന്നു. പക്ഷേ നസ്റുഹ, ഒരു പെൺകുട്ടി പിറന്നാൽ ആ പെണ്ണിന്റെ സഹായം എന്ന് വെച്ചാൽ അത് കരച്ചിലാണ്, അത് കരച്ചിലാണ്. ആ പെണ്ണ് ചെയ്യുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ മോഷണമാണ്, അഥവാ ഭർത്താവിൻ്റെത് വല്ലതും എടുത്തു തരികയാണ് ചെയ്യുക. ജാഹിലിയത്തിലെ ചിന്തകളാണ്. പെണ്ണാണ് പിറന്നെന്നറിഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ട്, കോപം മടക്കി വെച്ച് ഖൗമിൽ നിന്നൊക്കെ ഒളിഞ്ഞു മാറി, ഇന്നതയോട് കൂടി ഇതിനെ വെച്ചിരിക്കണമോ മണ്ണിൽ താഴ്ത്തണമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഹറമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹറമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പരിസരം ഒഴിവാക്കിയിട്ടത് കാണാം. അവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല, ഫ്ലാറ്റുകളൊന്നുമില്ല. അവിടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്ന, ജാഹിലിയത്തിൽ പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്ന സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. വല്ലാഹു അഅലം. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഈ വിഷയം ഉണർത്തുന്നുണ്ട്. ഇവിടെ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കയ്യിലാണ് ആകാശങ്ങളുടെ ഭൂമിയുടെ ആധിപത്യമുള്ളത്. അല്ലാഹു തുടർന്ന് പറയുന്നത് യഹബു ലിമൻ യശാഉ ഇനാതൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതാണ് അവൻ പടക്കുക. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണും പെണ്ണും ഇടകലർത്തി അവൻ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവരെ മക്കളില്ലാത്തവരാക്കും. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ചിലർക്ക് ആൺമക്കൾ മാത്രം, ചിലർക്ക് പെൺമക്കൾ മാത്രം, ചിലർക്ക് രണ്ടും കൂടി ഇടകലർത്തി നൽകപ്പെട്ടിട്ടുണ്ടാകാം, ചിലർക്ക് മക്കളെ ഉണ്ടാവുകയില്ല. എല്ലാം റബ്ബിന്റെ കയ്യിലാണ്, എല്ലാം റബ്ബിന്റെ കയ്യിലാണ്. ആ ആയത്തിൽ തന്നെ ആദ്യം എടുത്തു പറഞ്ഞത് യഹബു ലിമൻ യശാഉ ഇനാത, പെൺമക്കളെ അല്ലാഹു നൽകുന്നു. യഹബു ലിമൻ യശാഉ ദുകൂർ, പിന്നെ ആൺമക്കളെ പറഞ്ഞത്. ആദ്യം പെണ്ണിനെയാണ് എടുത്തു പറഞ്ഞത്. പണ്ഡിതന്മാര് പറയുന്നു അത് പെണ്ണനുഗ്രഹമാണ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന്. ഇനി നമ്മൾ ആലോചിക്കാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊന്നും മനുഷ്യന് അധികാരം ഉണ്ടായിട്ടില്ല. മനുഷ്യന് അഹങ്കരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്നതാണ് അവനവന്റെ മുഖം. ആ മുഖത്ത് തൊട്ടുകളിക്കുന്നത് ആർക്കും പറ്റൂല, അല്ലെ? അത് ഏറ്റവും മിനുക്കി ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. ആ മുഖത്ത് പോലും നോക്ക് നിങ്ങൾ, വായിൽ നിന്ന് പക്ഷേ ചില ദ്രവ്യങ്ങൾ കേലം വരാം, മൂക്കിൽ നിന്ന് വരാം ചില ദ്രവ്യങ്ങൾ, കണ്ണിൽ നിന്ന് പീഡനുണ്ടാകാം, ചെവിയിൽ നിന്ന് ചില ദ്രവ്യങ്ങൾ വരാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കാൻ, അവന്റെ അഹങ്കാരത്തിന് തടയിടുന്ന രൂപത്തിൽ പല ദൃഷ്ടാന്തങ്ങളും മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവൻ അഹങ്കാരിയായി മാറുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തുടർന്ന് പറയാണ്, വമാ തഹ്മിലു മിൻ ഉൻസ വലാ തളഉ ഇല്ലാ ബിഇൽമി. ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല, ഒരു പെണ്ണും പ്രസവിക്കുന്നില്ല, ഇല്ലാ ബിഇൽമിഹി, അല്ലാഹുവിന്റെ അറിവോടുകൂടി അല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ. മിൻ ഉൻസ എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിൽ മാത്രമല്ല, ഇതേപോലെ ഒരു വചനം സൂറത്തുൽ ഫുസ്സിലത്തിലെ 47-ാമത്തെ ആയത്തിൽ കാണാം, ഇലൈഹി യുറദ്ദു ഇൽമു സ്സാഅ വമാ തഖ്റുജു മിൻ സമറാത്തി മിൻ അക്മാമിഹാ. ഫലവർഗ്ഗങ്ങൾ അതിന്റെ പോളകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വമാ തഹ്മിലു മിൻ ഉൻസ, ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നത്, വലാ തളഉ ഇല്ലാ ബിഇൽമി, പെണ്ണ് പ്രസവിക്കുന്നത്, ഇതെല്ലാം പൂർണ്ണമായും റബ്ബിന്റെ അറിവോട് കൂടിയാണ്. ആ ഗർഭം ധരിക്കുന്ന ഗർഭധാരണത്തിലുള്ള കുഞ്ഞിനെ സംബന്ധിച്ച്, അത് അതിന്റെ വളർച്ചയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ അത് ആണാകുമോ പെണ്ണാകുമോ, അത് ശഖിയാകുമോ സഈദാകുമോ, സൗഭാഗ്യവാനാകുമോ ദൗർഭാഗ്യവാനാകുമോ, അതല്ലെങ്കിൽ അതിന്റെ ഉപജീവനമെന്ത്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് പ്രകാരമാണ്. ചിലർക്കൊരു ജൽപ്പനുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അതായത് അല്ലാഹുവിന് സമഗ്രമായ അറിവാണുള്ളത്, പാർട്ടായിട്ടുള്ള
അംശമായിട്ടുള്ള അറിവ് അള്ളാഹ്ക്കില്ല. അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് അറിയുക എന്ന മഹാതെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ചിലർ ജൽപ്പിക്കാറുണ്ട്. അല്ലാഹ് പറഞ്ഞത് വലാ അസ്ഗറ മിൻ ദാലിക് വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹുവിന്റെ സ്പഷ്ടമായ രേഖയിലുണ്ട് എന്നാണ്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹ് പറഞ്ഞത് വമാ തഹ്മിലു മിൻ ഉൻസ വലാ തലൗ ഇല്ലാ ബിഇൽമി. അല്ലാഹു സുബ്ഹാന ഇല്ലാ ഫീ കിതാബ്, അല്ലാഹുവിന്റെ സ്പഷ്ടമായ രേഖയിൽ ഇല്ലാതെ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ, ലൗഹുൽ മഹ്ഫൂദ. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തലഉ ഇല്ലാ ബിഇൽമിഹി വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫി കിതാബ്. ഈ ഗർഭ അവസ്ഥയിലുള്ള കുഞ്ഞിന്, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ആയുസ് നീട്ടിക്കൊടുത്താലും ശരി, ആയുസ് ചുരുക്കിയാലും ശരി, അതെല്ലാം അല്ലാഹുവിന്റെ സ്പഷ്ടമായ രേഖയിലില്ലാതെ അത് സംഭവിക്കുന്നില്ല. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ലാതെ അത് സംഭവിക്കുന്നില്ല. ഒരു മനുഷ്യന് 100 വർഷം ആയുസ് നൽകപ്പെട്ടു. ആ മനുഷ്യന്റെ ആയുസ് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചത് വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ, ഒരാൾക്ക് ആയുസ് നീട്ടിയിട്ട് കൊടുത്താൽ വലാ യുൻഖസു മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിൽ നിന്ന് വല്ലതും കുറച്ചാൽ, അത് രണ്ട് പറഞ്ഞതും ഒരാളെ കുറിച്ചാണ്. ഒരാൾക്ക് 100 വർഷം ആയുസ് നൽകപ്പെട്ടാൽ അടുത്ത വർഷം 99, 98, 97 ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാണ് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മറ്റു ചില മുഫസ്സിറുകൾ അതല്ല, രണ്ടും രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ദീർഘായുസ് നൽകപ്പെട്ടവരെ കുറിച്ചും കുറഞ്ഞ ആയുസ് നൽകപ്പെട്ടവരെ കുറിച്ചുമാണ് പറയുന്നത് എന്നും മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. പക്ഷേ ആയത്തിന്റെ ബാഹ്യമായ പ്രയോഗത്തിൽ മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിൽ നിന്ന് കുറയുന്നില്ല എന്ന പദപ്രയോഗത്തിൽ നിന്ന് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിരിക്കണം ശരി. വല്ലാഹു അഅലം. ഏതായാലും ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ അറിവോട് കൂടിയാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അത് എത്രയുണ്ട് എന്ന് ജനിക്കും മുമ്പേ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണിട്ടുള്ളത്. അതുകൊണ്ട് മുഅമ്മറാവുക എന്നത്, ഹദീസുകളിലെ റാവിമാരെ കുറിച്ച് ചിലരെ കുറിച്ച് പറയാറുണ്ട് മുഅമ്മറായിരുന്നു, അഥവാ ദീർഘമായ ആയുസ് നൽകപ്പെട്ടവനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കവിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം അദ്ദേഹം മുഅമ്മറായിരുന്നു എന്നത്. അതുപോലെ നാബിഹത്തുൽ ജഅദി, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കവിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കവിത ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കവിത ചൊല്ലിയിട്ടുണ്ട്. ബലഗന സമാഅ മജ്ദുനാ വജുദൂദനാ വഇന്നാ ലനബ്ഗി ഫൗക ദാലിക മൽഹറ. ഔന്നത്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ആകാശത്തെത്തിയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും വലിയ മൽഹറാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതിനേക്കാളും വലിയ മൽഹർ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗമാണ് വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗം ആശംസിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പല്ല് കൊയ്യാതിരിക്കട്ടെ. അദ്ദേഹം അതിനുശേഷം 150 വർഷം ജീവിച്ചു എന്നാണ്. ഒരു പല്ലിന് ഒരു കേടും ഒന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പറഞ്ഞു വരുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദുർബലനാണ്. അഹങ്കരിക്കാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ല. മനുഷ്യൻ അഹങ്കരിക്കുക സമ്പത്തിന്റെ പേരിലാണ്, സ്ഥാനമാനത്തിന്റെ പേരിലാണ്. ഏത് നിമിഷവും അത് നഷ്ടപ്പെടാം. ഇന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ ആസ്തി അവന്റെ കയ്യിലുണ്ടെങ്കിൽ ആ മരണത്തോടുകൂടി ആ ആസ്തി മുഴുവനും അവന്റേതല്ലാതായി മാറുന്നു. പിന്നെ അവന്റെ അനന്തര അവകാശികൾ കടന്നു വന്ന് പറയും ഇതെന്റേതാണെന്ന് പറയും. അല്ലാഹ് അതാണ് പറഞ്ഞത്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത സറ. ആകാശത്തുള്ളത്, ഭൂമിയിലുള്ളത്, ആകാശഭൂമികൾക്കിടയിലുള്ളത്, വമാ തഹ്ത സറ, മണ്ണിന് താഴെയുള്ളത് എല്ലാം റബ്ബിന്റേതാണ്. താൽക്കാലികമായി മരണത്തിന് മുമ്പ് വല്ലതും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണാർത്ഥം മാത്രമാണ്. അതെങ്ങനെ സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു, നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. താൽക്കാലികമായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചുവെന്ന് മാത്രം. ആ ഏൽപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ അഹങ്കാരിയായി ജീവിച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നുവെങ്കിൽ അവർക്കാണ് നരകം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം സഹോദരികളെ നമ്മൾ
ചിന്തിക്കുക. വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ എടുക്കുകയും അള്ളാഹുവിലേക്ക് നമുക്ക് നൽകപ്പെട്ട നിഅമത്തിന് ശുക്ർ കാണിച്ച റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ആ പാഠവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ധാരാളക്കണക്കിന് നിഅമത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ട് ഹാദാ മിൻ ഫളലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, എന്നെ പരീക്ഷിക്കണം, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ റബ്ബി ഫളൽ എനിക്ക് നൽകിയിട്ടുള്ളത്. അഷ്കുറു അം അക്ഫുർ നമ്മളെ എഴുതി വെക്കും. ഹാദാ മിൻ ഫളലി റബ്ബി, വാഹനത്തുമ്മ എഴുതി വെക്കും അല്ലെ, അല്ലെങ്കിൽ ഇതെന്റെ റബ്ബിന്റെ ഔദാര്യാണ്. ബാക്കി കൂടി ഉണ്ട്. ബാക്കി എന്താ? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ ശുക്ർ കാണിക്കുന്നവനാണോ ഞാൻ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ എന്റെ റബ്ബ് എനിക്ക് നൽകിയ നിഅമത്താണ് ഇത് എന്ന ബോധ്യത്തോടു കൂടി അല്ലാഹ് നമുക്ക് നൽകിയ നിഅമത്തിനെ കാണാനും അനുഗ്രഹദാതാവായ അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള ആയുസ്സ് എത്രയെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ആയുസ്സ് നിർണിതമാണ്. ജനിക്കും മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടിട്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഓരോ ദിനവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ രാവും പകലും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നിശ്ചയിച്ച ആ തീയതിയിലേക്ക് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദീർഘായുസ് എന്നത്, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുന്നാസി ഖൈർ, പ്രവാചകന്റെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു, ദീർഘമായ ആയുസ് കിട്ടിയവനാണ്. അവിടെ അവസാനിപ്പിച്ചിട്ടില്ല, വഹസുന അമലുഹു, ആ ദീർഘായുസിനിടയിൽ സൽക്കർമ്മം ചെയ്തവൻ. അയ്യുന്നാസി ശർ, ഏറ്റവും ദുഷിച്ച മനുഷ്യരാരാ? അവിടെ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു, ദീർഘായുസ് കിട്ടിയവനാണ്. വസാഅ അമലുഹു, അതിനിടയിൽ മോശപ്പെട്ട അമല് ചെയ്യുകയും ചെയ്തവനാണ് എന്ന്. അപ്പോ മനുഷ്യരിൽ മോശപ്പെട്ടവനും നല്ലവനും ദീർഘമായ ആയുസ് ലഭിച്ചവനാണ്. ദീർഘായുസ് നമുക്ക് അനിവാര്യമാണ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം എന്താ? എന്തുകൊണ്ടും ഹൈറാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ് എന്നത്. പക്ഷെ അത് അല്ലാഹ് നിശ്ചയിച്ചതേ കിട്ടൂ. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം. എന്തുകൊണ്ട്? കൂടുതൽ കൂടുതൽ അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കാം. ഇനി അതല്ല, പാപം ജീവിതത്തിൽ വന്നുപോയവരാണെങ്കിൽ തൗബ ചെയ്യാനുള്ള അവസരവും കൂടിയാണ് ആയുസ് ദീർഘിച്ച് കിട്ടുക എന്നത്. ആ സൽക്കർമ്മവുമായി മുന്നേറാൻ കഴിയില്ലേ എങ്കിൽ പിന്നെ അവിടെ മരണം ഒരിക്കലും വിശ്വാസി ആഗ്രഹിക്കാൻ പാടില്ല എന്നതാണ്. പക്ഷെ ദീനിൽ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ എന്ത്? നോക്കൂ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേടുകയാണ്, അല്ലാഹുമ്മ ഖിബ്റത്തു സിന്നി വലഅഫത്തു ഖുവതി വൻതശറത് റഅയതി ഫഖ്ബിൽനി ഇലൈക ഗൈറ മുളയ്യിൻ വലാ മുഫറത്തി. അല്ലാഹുവേ, എനിക്ക് പ്രായം ധാരാളമായി, വലഅഫത്തു ഖുവതി, എന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചുപോയി, വൻതശറത് റഅയതി, പ്രജകളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ പ്രജകളുണ്ടായിട്ടുണ്ട്. പക്ഷേ വീഴ്ച വരാത്ത വിധം, അവകാശം പാഴാക്കാത്ത വിധം എന്നെ മരിപ്പിക്കണേ എന്ന് അദ്ദേഹം മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിച്ച് മലർന്നു കിടന്ന് പ്രാർത്ഥിച്ചതാണ്. അത് കഴിഞ്ഞ് മദീനയിലേക്ക് വന്നിട്ടാണ് അദ്ദേഹം ഷഹീദായത്. അതും അദ്ദേഹത്തിന് തേടിയതാണ് അള്ളാഹിനോട്, അദ്ദേഹത്തിന്റെ ഷഹാദത്ത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മരണപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്. അദ്ദേഹം അവിടെ ചെന്ന് ഷഹീദാവുകയാണ് ഉണ്ടായത്. ആ നിലക്ക് ദീനിൽ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവിടെ മരണമാണ് നല്ലത്. പക്ഷേ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് നിങ്ങൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ആയുസ് നമുക്ക് ദീർഘിച്ചു കിട്ടണം, ആഫിയത്തോടു കൂടിയുള്ള ആയുസ്.
ആ ആയുസ്സിനിടയിൽ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് മാർഗം? ആയുസ് നീട്ടിക്കിട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വ അൻ യുൻസഅ ലഹു ഫീ അഖരിഹി. ആർക്കെങ്കിലും ആയുസ് ദീർഘിച്ചു കിട്ടണമെന്നും ഉപജീവനത്തിൽ വിശാലത കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഫൽയസിൽ റഹിമഹു, ഫൽയസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്തട്ടെ എന്ന്. വാപ്പയോടുള്ള ബന്ധം, ഉമ്മയോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, പെങ്ങന്മാരോടുള്ള ബന്ധം, അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദര സഹോദരിമാരോടുള്ള ബന്ധം, വാപ്പയുടെ സഹോദര സഹോദരിമാരോടുള്ള ബന്ധം, ഇങ്ങനെ ഉള്ള ബന്ധങ്ങൾ അത് ഊട്ടി ഉറപ്പിക്കാൻ, അത് വീണ്ടും വീണ്ടും ചേർക്കാൻ സാധിച്ചാൽ ആയുസ് ദീർഘിച്ചു കിട്ടാനും നമ്മുടെ റിസ്ഖിൽ വിശാലത കിട്ടാനുള്ള മാർഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ സ്വാലിഹായ അമലുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.